ഹലോ ഓൾ, നിങ്ങളുടെ ജാനുവരി 2025 CSET എക്സാം ജാനുവരി 11-നാണ്. ഓക്കെ, അതിന് മുന്നോടിയായി നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു റിവിഷൻ സെഷനാണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് നോക്കുക, അല്ലെ ഞാൻ പറയുന്ന കേൾക്കുക. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ പറയും, വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ആൻസർ ചെയ്തിട്ട് നിങ്ങൾ ബാക്കി കേൾക്കുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് പോകാം. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് എ റിവിഷൻ ഫോർ യു. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞേക്കുന്നത് ദ ഗ്ലോബൽ അലയൻസ് അഗെയിൻസ്റ്റ് hunger and poverty, okay, was recently released during which of the following conference? അതായത് G7 കൺട്രീസ്, G20 കൺട്രീസ്, ബ്രിക്സ്, SCO, ഇങ്ങനെ ഈ 4 ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ. G7 ഗ്രൂപ്പ് ഓഫ് 7 കൺട്രീസ് ആണ്, G20 ഗ്രൂപ്പ് ഓഫ് 20 കൺട്രീസ് ആണ്, ബ്രിക്സ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, SCO ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അല്ലേ. ഇവരുടെ ഏതോ ഒരു കോൺഫറൻസിൽ ഈ ഗ്ലോബൽ അലയൻസ് അഗെയിൻസ്റ്റ് ഹങ്കർ ആൻഡ് പോവർട്ടി കൊണ്ടുവന്നു. ഏതിൻ്റെ കോൺഫറൻസിലാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇത് നോക്കാം. എന്താ കൊണ്ടുവന്ന ഗ്ലോബൽ അലയൻസ് അഗെയിൻസ്റ്റ് ഹങ്കർ ആൻഡ് പോവർട്ടി എന്ന് പറഞ്ഞത് അല്ലെ. ഗ്ലോബൽ അലയൻസ്, ഇപ്പം ഗ്ലോബലി എല്ലാ കൺട്രിയും കുറേ കൺട്രീസൊക്കെ വേണം. ഓക്കെ, അപ്പം ഇവിടെ ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ബ്രിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ 5 കൺട്രീസേ ഉള്ളൂ അല്ലേ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക 5 കൺട്രീസേ ഉള്ളൂ. SCO ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ആദ്യം ഒരു 5 കൺട്രിയായിട്ട് തുടങ്ങിയാണ്. അത് ഇത്തിരി ഒരു പൊളിറ്റിക്കൽ എക്കണോമിക്കൽ സെക്യൂരിറ്റി ഓർഗനൈസേഷനാണ്. പിന്നെ G7 ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാശുള്ള 7 കൺട്രീസ് നമുക്ക് പറയാം, ഏറ്റവും ഡെവലപ്ഡ് ആയുള്ള 7 കൺട്രീസിൻ്റെ ഒരു ഓർഗനൈസേഷനാണ്. ഇനി G20 വരാണെങ്കിൽ എല്ലാ കോണ്ടിനെൻറ്റിൽ നിന്ന് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, 20 കൺട്രീസും ഉണ്ട്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോബൽ അലയൻസ് അഗെയിൻസ്റ്റ് ഹങ്കർ ആൻഡ് പോവർട്ടി മുന്നോട്ട് വെക്കാൻ ചാൻസ് ഉള്ള ഓർഗനൈസേഷൻ ഏതായിരിക്കും? G20 ആണ് ആൻസർ. ഈ ഒരു ലോജിക്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇത് ആൻസർ അറിയാവുന്നവർക്ക് ഡയറക്റ്റ് എത്താം, അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോജിക്കിൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് വാസ് റീസെൻ്റ്ലി അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, CAG ഓഫ് ഇന്ത്യ. ഓക്കെ, 4 പേരുടെ പേരുണ്ട്, നൃപേന്ദ്ര മിശ്ര, രാഘവ് ഗോയൽ, രാജീവ് സിൻഹ, സഞ്ജയ് മൂർത്തി. ഈ 4 പേരിൽ ആരാണ് ഇന്ത്യയുടെ പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ? CAG എന്ന് പറയും. എന്താണ് CAG? അത് നിങ്ങൾ അറിയണം. ഓക്കെ, CAG എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം ഓഡിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ഓഡിറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുണ്ട്. ഓക്കെ, ആ ബോഡിയാണ് CAG എന്ന് വിളിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്ന PSUs അവരെയൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ആൻസർ നിങ്ങൾ ചിലപ്പോൾ പത്രത്തിൽ കണ്ടു കാണും. ഓക്കെ, ആൻസർ സഞ്ജയ് മൂർത്തിയാണ്. ശ്രീ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ പുതിയ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG ഓഫ് ഇന്ത്യ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ അസസ്മെന്റ് ആൻഡ് GRI, ഗ്രീവൻസ് റിഡ്രസൽ അസസ്മെന്റ് ആൻഡ് ഇൻഡെക്സ് എന്നൊരു ഒരു കാര്യമുണ്ട്. അത് ഇതിനകത്ത് ഏത് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചത്. കമ്മിറ്റി ഓർക്കുക. ഓപ്ഷനൊക്കെ നോക്കിക്കേ, ഓപ്ഷനൊക്കെ നോക്കിയിട്ട് ഈസിയായിട്ട് ആൻസറിലോട്ട് എത്താം. ഓക്കെ, ഇവിടെ നോക്കിയാൽ നീതി ആയോഗ് ഒരു കമ്മിറ്റിയാണോ? അത് ക്വസ്റ്റ്യൻ അതേതാണ്. നീതി ആയോഗ് ഒരു കമ്മിറ്റിയാണോ? അല്ലല്ലോ. നമുക്കതിനെ അത് എലിമിനേറ്റ് ചെയ്യാം. ഒരു ഇലക്ഷൻ കമ്മീഷന് ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ പോരെ. വേണം നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഗ്രീവൻസ് റിഡ്രസൽ, എന്താണ് ഗ്രീവൻസ് റിഡ്രസൽ? അത് നിങ്ങൾ അറിയണം. ഓക്കെ, ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കംപ്ലയിൻ്റ് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു കൺസേൺ ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് മിനിസ്റ്ററിക്ക് ഒക്കെ നമുക്കൊരു കംപ്ലയിൻറ്റ് ചെയ്യണം, അതിന് കറക്റ്റ് ഒരു പ്രോപ്പർ ചാനലുണ്ട്. അപ്പോൾ ആ കംപ്ലയിൻറ്റ് അവരെടുത്തിട്ട് അത് കറക്റ്റായിട്ട് അക്നോളജ് ചെയ്തിട്ട് അതിന് റെസൊല്യൂഷനൊക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു പരിപാടിയാണ് ഈ ഗ്രീവൻസ് റിഡ്രസൽ അസസ്മെൻറ്റ്. അതെന്തുമാത്രം ചെയ്യുന്നുണ്ട്? ഓരോ മിനിസ്ട്രിയിൽ പല മിനിസ്ട്രി ഉണ്ട്. അപ്പോൾ ഓരോ മിനിസ്ട്രി എന്തുമാത്രം ചെയ്യുന്നുണ്ടെന്ന് നോക്കിയുള്ളൊരു ഇൻഡെക്സ് ആണ് ഈ GRI എന്ന് പറയുന്നത്. അപ്പം അത് ചെയ്ത് എക്കണോമിക് അഡ്വൈസറി അല്ല. എൻ്റെ ആൻസർ പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ്. ഇപ്പം പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് ഏത് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കമ്മിറ്റി എന്നൊരു ഓപ്ഷൻ നമുക്ക് എവിടെ ഉള്ളൂ? പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റി എന്നൊരു പേര് ഇവിടെ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് റീസെൻ്റ്ലി announced 100% exemption on road and registration taxes for electric vehicles? നമുക്കറിയാം
നമുക്ക് റോഡിൽ എല്ലാ വെഹിക്കിൾസും റോഡ് ടാക്സും ഒക്കെ ഉണ്ട് അല്ലേ. ഓക്കെ, എന്നാൽ ഇലക്ട്രിക് വെഹിക്കിൾസിന് അതായത് ടാക്സ് ഇല്ല. ഓക്കെ, റോഡ് ടാക്സ്, രജിസ്ട്രേഷൻ ടാക്സ് ഒന്നും ഇല്ല. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് കടയിൽ പോയി ടാക്സ് ഇല്ലാതെ കാശ് കൊടുത്ത് കാർ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങിക്കാം. ഓക്കെ, ഇലക്ട്രിക് വെഹിക്കിൾസിന് ഈ 4 സ്റ്റേറ്റിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കേരള ആണോ? നിങ്ങൾക്കറിയാം? ഇല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ന്യൂസ് ആഘോഷമാക്കിയേനെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഇതിലൂടെ എന്താണ്, ഇത് ന്യൂസിൽ വന്ന പത്രത്തിൽ വലിയ പക്ഷത്തിൽ വന്നൊരു കാര്യമാണ്. ആൻസർ തെലങ്കാന കേട്ടോ, തെലങ്കാനയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, പലരും നോട്ടീസ് ചെയ്ത് കാണും. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 5th വൺ അല്ലേ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ദ UN United Nations Climate Change Conference COP29 was held from November 11 to 22, 2024. അതായത് 2024 COP എന്ന് പറഞ്ഞാൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. COP എന്ന് പറഞ്ഞാൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ്. അതായത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UNFCCC. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCC എന്ന് പറയും. ഓക്കെ, അപ്പം അതിന് എല്ലാ വർഷവും കഴിവതും എല്ലാ വർഷവും ഇതിൻ്റെ മെമ്പർ കൺട്രീസ് എല്ലാം കൂടെ അതിൻ്റെ പാർട്ടീസ്, ആ മെമ്പർ കൺട്രീസിൻ്റെ പാർട്ടീസിന് വിളിക്കും. അവരെല്ലാം കൂടെ ഒരു കോൺഫറൻസിന് ജോയിൻ ചെയ്യാറുണ്ട്. അതാണ് COP, കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അത് 2024 നവംബറിലാണ്. എവിടെ വെച്ചാണ്, ഏത് കൺട്രിയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി, അത്രയും ദിവസങ്ങളിൽ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിന് ആൻസർ അസർബൈജാൻ ആണ്. ഇനി ഏത് സ്ഥലത്താണ് നടന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അസർബൈജാൻ്റെ ക്യാപിറ്റലായ ബാക്കുവിലാണ് നടന്നത്. 2024 അപ്പോൾ UNFCCC കോൺഫറൻസ് ഓഫ് പാർട്ടീസ് COP29 നടന്നത് അസർബൈജാനിലാണ്. ഇനി 2025 നടക്കാൻ പോകും. 2025 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 30. ഓക്കെ, അത് എവിടെ നടക്കുന്നതെന്ന് മേ ബി ചോദിക്കാം. അതെവിടെ നടക്കാൻ പോകുന്നത്? ബ്രസീലിലാണ്. ബ്രസീലിലെ റിയോ ഡി ജനറോ, ബ്രസീലിൽ റിയോ ഡി ജനറോയിലായിരിക്കും അത്. ഓക്കെ, ഇനിയും 2025 UNFCCC അതായത് COP30 കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, 30ാമത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 2025 എവിടാ നടക്കുന്നതെന്ന് ചോദിക്കാം. അത് ഇത്തവണ ഇനി നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ്. ഓക്കെ, ബ്രസീലിലാണ് നെക്സ്റ്റ് കോൺഫറൻസ് ഓഫ് പാർട്ടി, 30th കോൺഫറൻസ് ഓഫ് പാർട്ടി നടക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. എന്താണ്? ഹു അമംഗ് ദ ഫോളോയിങ് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ഗവർണർ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റീസെൻ്റ്ലി. അതായത് ഈയിടെ ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ ഗവർണറായിട്ട് പുതിയൊരാളെ അപ്പോയിൻറ്റ് ചെയ്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ട്. നൃപേന്ദ്ര മിശ്ര, സഞ്ജയ് മൽഹോത്ര, ഊർജിത് പട്ടേൽ, രാജീവ് സിൻഹ. അങ്ങനെ 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടാക്ടിക്സ് ഒന്നുമില്ല, ഡയറക്റ്റ് ആൻസറിലോട്ട് പോകാനേ പറ്റുള്ളൂ. നേരത്തെ നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശ്രീ ശക്തി കണ്ഠദാസ് ആയിരുന്നു. അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്ത് ഡിസംബർ 11, 2024 ശ്രീ സഞ്ജയ് മൽഹോത്ര ആണ് പുതിയ റിസർവ് ബാങ്ക് ഗവർണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 7th വൺ. ഗുജറാത്ത് ഖർചോള ഹാസ് ഗിവൺ ദ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്, GI ടാഗ് റീസെൻ്റ്ലി. അതായത് ഗുജറാത്തിലെ ഖർചോള എന്നൊരു കാര്യത്തിന് ഈയിടെ ഒരു GI ടാഗ് കൊടുത്തു. GI ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു പ്രൊഡക്റ്റ് കാണും, ഒരു പ്രത്യേകമായിട്ടൊരു പ്രൊഡക്റ്റ് കാണും. ഫോർ എക്സാമ്പിൾ, ഇപ്പം കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ആറന്മുള കണ്ണാടി, അപ്പോൾ ആറന്മുള ആ സ്ഥലത്താണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ പേര് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ പറയുകയാണെങ്കിൽ ഇപ്പോൾ തിരുപ്പതി ലഡു, ഇപ്പോൾ തിരുപ്പതി ആ സ്ഥലത്ത്. അതുപോലെ ഗുജറാത്തിലെ ഖർചോള ആ ഒരു സാധനത്തിന് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, GI ടാഗ് കൊടുത്തു. ആ കാര്യം ഈ ഖർചോള എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പലതുണ്ട്. എല്ലാം ട്രഡീഷണൽ സാധനം. എന്താണ് ട്രഡീഷണൽ മ്യൂസിക് എന്ന് പറയുന്നുണ്ട്, ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ് പറയുന്നുണ്ട്, ട്രഡീഷണൽ ഡാൻസ്, ട്രഡീഷണൽ ക്യുസീൻ. ഓക്കെ, ഇങ്ങനെ കുറേ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായിരിക്കും? ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഈ കാര്യം, ഖർചോള. വളരെ ചില ആൾക്കാർക്ക് കേട്ടിട്ടുണ്ടോ? ആലോചിച്ച് നോക്കിയേ, ഖർചോള എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
ഖർച്ചോള സാരി എന്ന് കേട്ടിട്ടുണ്ടോ? ഖർച്ചോള സാരി, നമ്മുടെ സാരി ഇല്ലേ, സാരി ഉടുക്കുക, സാരി ഇല്ലേ, തുണി. അപ്പം ഈ ഖർച്ചോള സാരിയാണ് ശരിക്കും. ഓക്കെ, അപ്പം അത് എന്തിൻ്റെ കീഴിൽ വരും? മ്യൂസിക് വരുമോ? ഇല്ല. ഡാൻസ് വരുമോ? ഇല്ല. ക്യുസീനിൽ വരുമോ? ഇല്ല. ഹാൻഡിക്രാഫ്റ്റിലാണ്. അതായത് ഒത്തിരി ഭയങ്കര ഡിസൈൻ ആയിട്ടൊക്കെ തുന്നിപ്പിടിപ്പിച്ചും പല വൈബ്രൻറ്റ് കളേഴ്സിലൊക്കെയുള്ള സാരി നിർമ്മിക്കും ഈ ഗുജറാത്തിലെ ഖർച്ചോള. അപ്പം ആ സ്ഥലത്തിൻ്റെ പേരാണ് ഖർച്ചോള. അവിടുത്തെ സാരി ഭയങ്കര ഫേമസ് ആണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഇതിന് GI ടാഗ് കൊടുത്തത്. ഓക്കെ, ചില ആൾക്കാർ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 8th വൺ നോക്കാം. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ് by UNESCO as the top destination for heritage tourism. ഹെറിറ്റേജ് ടൂറിസം ഉണ്ട് അല്ലേ? ഓക്കെ, ഹെറിറ്റേജ് ടൂറിസം ഹിസ്റ്ററി ഒക്കെ റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സ്റ്റേറ്റിൽ. അപ്പോൾ ടോപ്പ് ഡെസ്റ്റിനേഷൻ ഇന്ത്യ ഈ 4 സ്റ്റേറ്റിൽ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഇത് ഡയറക്റ്റ് അറിയാമെങ്കിൽ നമുക്ക് പറ്റുള്ളൂ. നേരത്തെ കേട്ടില്ലേ, ന്യൂസ് വായിച്ചിട്ടുള്ളവരൊക്കെ പെട്ടെന്ന് ആൻസറിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ മധ്യപ്രദേശാണ്. മധ്യപ്രദേശ് നമുക്കറിയാം. ഇപ്പം ടൂറിസം എടുക്കുകയാണെങ്കിൽ ഖജുറാഹോ ടെമ്പിൾസ് ഉണ്ട്, സാഞ്ചി സ്തൂപ, അങ്ങനെയൊക്കെ പല ഹിസ്റ്റോറിക് ആൻഡ് ഏൻഷ്യൻ മോണുമെൻറ്റ്സ്, കുറേ കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ള ഒരു സ്റ്റേറ്റാണ് മധ്യപ്രദേശ്. സോ അതാണ്, അങ്ങനെ കുറേ ഉണ്ട്. ഇത് മാത്രമല്ല ഒത്തിരി ഉണ്ട് അവിടെ. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇതിനത് കൊടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് സിറ്റീസ് ഹോസ്റ്റഡ് ദ വേൾഡ് മാരിടൈം കോൺഫറൻസ്? 2000 കഴിഞ്ഞ വർഷം വേൾഡ് മാരിടൈം കോൺഫറൻസ് ഈ സിറ്റികളിൽ എവിടെ വെച്ചാണ് നടന്നതെന്നാണ് ചോദിക്കുന്നത്. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. കൊൽക്കത്ത, ചെന്നൈ, മുംബൈ, ഗോവ. ഓക്കെ, ഈ 4 സിറ്റീസിലും കടലിനോട് ചേർന്നുള്ളല്ലേ. അപ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്ക് ആൻസറിലോട്ടേ പോകാൻ പറ്റൂ. ആൻസർ ചെന്നൈ ആണ്. ഓക്കെ, ന്യൂസിലുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് 10th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇന്ത്യാസ് റാങ്ക് ഇൻ നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024? 2024 നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഓക്കെ, ആൻസർ പറയുന്ന മുമ്പ് ഈ നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് ഒരു ഗ്ലോബൽ ഇൻഫർമേഷൻ ടെക്നോളജി റിപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഗ്ലോബൽ ഇൻഫർമേഷൻ ടെക്നോളജി റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഇൻഡെക്സ് ആണ് എന്ത്? നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ്. ഇത് വേൾഡ് എക്കണോമിക് ഫോറം എലോങ് വിത്ത് INSEAD എന്ന് പറഞ്ഞ ബിസിനസ് സ്കൂളും കൂടെ ചേർന്ന് കൊണ്ടുവന്നൊരു സാധനമാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഇൻഡെക്സ് ആണ് നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ്. അപ്പം 2023 കഴിഞ്ഞ വർഷം ഇന്ത്യ 60th റാങ്ക് ആയിരുന്നു. എന്നാൽ ഈ വർഷം അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 2024 ഇന്ത്യയുടെ റാങ്ക് വന്നിട്ട് 49 ആണ്. ഓക്കെ, നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് കാണിച്ചത്. അതായത് ഒരു കൺട്രി അവിടുത്തെ IT ഇൻഫ്രാസ്ട്രക്ചർ, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഒക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നൊരു റിപ്പോർട്ടാണിത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ ഒക്കെ കാണുന്ന അല്ലേ, ഇപ്പോൾ ഗവൺമെൻറ് കാര്യമായി പുഷ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ ഇന്ത്യ അല്ലേ. ഇതിനൊക്കെ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി സ്കീംസ് ഒക്കെ ഉണ്ട്. സോ ഇതിൻ്റെ ആൻസർ 49 ആണ്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11th one. Recently, which country has become the first European country to accept യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് പേയ്മെൻറ്റ്സ് UPI അല്ലേ? UPI ആദ്യമായി സ്വീകരിച്ച, അക്സെപ്റ്റ് ചെയ്ത യൂറോപ്യൻ കൺട്രി എന്നാണ് ചോദിച്ചത്. UPI നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ ഇന്നും മുതലുണ്ട്. 2016 മുതൽ, അതായത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 2016 കൊണ്ടുവന്നാണ് UPI. നിങ്ങളെല്ലാവരും തന്നെ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് 4-5 ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ID ഈ ഒറ്റ ആപ്പ് വഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യൂണിഫൈഡ്, അതായത് പല ബാങ്കുകൾക്കും കൂടെ ഒറ്റ ഒരു പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. ബാങ്ക് അതിലല്ല, നിങ്ങളുടെ ഏത് പേയ്മെൻറ്റ് സർവീസ് ആണല്ലോ ഒറ്റ ഒരു ഇൻ്റർഫേസ്. അപ്പം ഇന്ത്യയിൽ അത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കുറേ നാൾ. കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് ഇന്ത്യ കാര്യമായിട്ട് എല്ലാവരും നമ്മൾ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവരും കാശ് കൊണ്ട് നടക്കാറുണ്ടോ? കാർഡ് യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല, നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ല എല്ലാവരും യൂസ് ചെയ്യുന്നത്. ചിലർ PayTM ഒക്കെ യൂസ് ചെയ്യും. എന്നാൽ യൂറോപ്പിൽ ഇതങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പം യൂറോപ്പിൽ ആദ്യമേ ഒരു കൺട്രി ഇത് അക്സെപ്റ്റ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ. അപ്പം ആൻസർ ഫ്രാൻസാണ്. ഫ്രാൻസിലാണ് ആദ്യമായി UPI യൂറോപ്പിൽ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12th one. According to the recent data by Election Commission of India, which state or union territory had the highest percentage share of female electors in 2024? 2024
ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു ഡേറ്റ എടുത്തു. അപ്പോൾ അതിൽ ഏത് സ്റ്റേറ്റിലാണ് ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഫീമെയിൽ ഇലക്ടേഴ്സ്? അപ്പോൾ യൂഷ്വലി ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു പകുതി കുറേ ഒരു സ്റ്റേറ്റിൽ ഒത്തിരി വോട്ട് ചെയ്യാൻ പറ്റുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. അതിൽ ഓൾമോസ്റ്റ് എന്തായിരിക്കും ഒരു 50-50 ആയിരിക്കും. കറക്റ്റ് 50% ആവണമെന്നില്ലല്ലോ, ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരാം അല്ലേ? യെസ്. അപ്പം അങ്ങനെ അതിൽ ഏറ്റവും കൂടുതൽ ഫീമെയിൽ ഇലക്ടേഴ്സ് ഉള്ളത് ചില സ്റ്റേറ്റുകളിൽ കൂടുതൽ ഫീമെയിൽ ആയിരിക്കും ഇലക്ടേഴ്സ് ഉള്ളത്, ചില സ്റ്റേറ്റിൽ കൂടുതൽ മെയിൽ ആയിരിക്കും. അങ്ങനെ ഫീമെയിൽ ഇലക്ടേഴ്സ് ഏറ്റവും കൂടുതൽ ഉള്ള സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ആൻസർ പുതുച്ചേരിയാണ്. ഓക്കെ, പുതുച്ചേരി ഓൾമോസ്റ്റ് 53% അവിടുത്തെ വോട്ടേഴ്സ് ഫീമെയിലാണ്. 53%. ബാക്കി ഇപ്പോൾ 47% മാത്രമേ മെയിലുള്ളൂ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൽ എത്ര പെർസെൻറ്റ് ഫീമെയിൽ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 50% താഴെയാണോ 50% മുകളിലാണോ? ഇൻട്രസ്റ്റിംഗ്ലി കേരളമാണ് ഇതിൽ രണ്ടാമത് വന്നിരിക്കുന്നത്. കേരളം രണ്ടാമത് വന്നു. കേരളത്തിൽ 51.5% വോട്ടേഴ്സ് ഫീമെയിലാണ്. ബാക്കി 48.5 മാത്രമേ മെയിൽ വോട്ടേഴ്സ് ഉള്ളൂ. ഓക്കെ, നൈസ്, വെരി നൈസ്. ഓക്കെ, 13th ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ലോജിക്കലി ആൻസർ ചെയ്യാൻ നോക്കാം. പറ്റുമോ നിങ്ങളൊന്ന് നോക്കാം. ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് ഇനിഷ്യേറ്റീവ്, BRSR ഇനിഷ്യേറ്റീവ്, റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ്, ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ? ഓപ്ഷൻസ് എല്ലാം നല്ലപോലെ ഒന്ന് നോക്കുക, എന്നിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റുമോ നോക്കിക്കേ. ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ്, ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതിൽ ഏത് ബോഡിയാണ് നോക്കുക. നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ISR, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അല്ലേ, ഡിഫൻസുമായിട്ട് ബിസിനസ്സുമായിട്ടുണ്ടോ? ഇല്ല. പിന്നെ സെബി, നബാർഡിന്റെ ഫുൾ ഫോം എന്താ? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ഒക്കെയാണ്. ബിസിനസ് വരാതിരിക്കാം. സെബി നോക്കിയേ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലുള്ള എല്ലാ പബ്ലിക് കമ്പനീസും റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലമാണ്. എല്ലാ ബിസിനസ്സും, പബ്ലിക്കായിട്ടുള്ള എല്ലാ ബിസിനസ്സും റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് സെബി. ഇപ്പോൾ ബിസിനസ്സിൽ എന്തെങ്കിലും റിലേഷൻ ഉള്ള ഒരു ബോഡി ഇതിൽ ഏതാണ്? സെബിയാണ്. അതുതന്നെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നല്ല ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 14th ക്വസ്റ്റ്യൻ, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വിച്ച് കൺട്രി ഹാസ് റീസെൻ്റ്ലി വിറ്റ്നസ് ദ ഔട്ട്ബ്രേക്ക് ഓഫ് HMPV, ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്? ഓക്കെ, HMPV എല്ലാവരും കേട്ടാണ്, എല്ലാവർക്കും അറിയാം. ഈസി ക്വസ്റ്റ്യൻ. എന്താ ആൻസർ? ആൻസർ ചൈനയാണ്. നമ്മുടെ COVID-19 പോലെ തന്നെ ഈ HMPV ഇപ്പം എവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നത്? ചൈനയിലാണ്. ഓക്കെ, ഇതിൽ വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നത്, ഇന്ത്യയിൽ ഇത് ഒരു കേസ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇപ്പം കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് ബാംഗ്ലൂരാണ് ഇന്ത്യയിൽ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നോക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15th ക്വസ്റ്റ്യൻ. എന്താ? വിച്ച് ഓർഗനൈസേഷൻ റീസെൻ്റ്ലി റിലീസ് ദ ഇന്റർനാഷണൽ ഡെറ്റ് റിപ്പോർട്ട് 2024 ഇന്റർനാഷണൽ ഡെറ്റ് റിപ്പോർട്ട് ഏത് ഓർഗനൈസേഷൻ, ഈ ഫോളോയിങ്ങിൽ ഓപ്ഷനിലുള്ള ഏത് ഓർഗനൈസേഷനാണ് പുറത്തുവിട്ടത്? ലോജിക് യൂസ് ചെയ്യാം. നമുക്ക് നോക്കാം. വേൾഡ് ബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, യുണക്റ്റഡ്, അതായത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. ഡെറ്റ് റിപ്പോർട്ട്. ഓക്കെ, ഡെറ്റ്, കടം. ചിന്തിച്ചേ. അപ്പം ഈ തന്നേക്കുന്ന ഓപ്ഷൻസിലുള്ള ഈ ഓർഗനൈസേഷൻസ് എന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, വേൾഡ് ബാങ്ക് എന്താ ചെയ്യുന്നത്? വേൾഡ് ബാങ്ക് ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിന് ലോൺ കൊടുക്കും അല്ലേ. അവിടുത്തെ റീകൺസ്ട്രക്ഷനും കാര്യങ്ങൾക്കും വേണ്ടി വേൾഡ് ബാങ്ക് കടം കൊടുക്കാറുണ്ട്. കടം, ഡെറ്റ്. ഓക്കെ, വേൾഡ് ബാങ്ക് ആണ് ആൻസർ. ഓൾമോസ്റ്റ് 8.8 ട്രില്യൺ ആണ് ലോവർ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിന് വേൾഡ് ബാങ്കിലുള്ള കടം. അതാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ഡെറ്റ് റിപ്പോർട്ട് വേൾഡ് ബാങ്കിൻ്റെയാണ്. ആ പേരിൽ നിന്ന് തന്നെ വേൾഡ് ബാങ്ക് എന്താ ചെയ്യുന്നതെന്ന് ഓർത്താൽ തന്നെ നമുക്ക് കിട്ടും. വേൾഡ് ബാങ്ക് എന്താ നിങ്ങളുടെ മെറ്റീരിയലുണ്ട്, എന്താ ഫുൾ ഡീറ്റെയിൽഡ് ഒരു 2 പേജ് വേൾഡ് ബാങ്ക് എന്തൊക്കെ ചെയ്യുന്നു എല്ലാം നിങ്ങളുടെ മെറ്റീരിയലുണ്ട്, CCT മെറ്റീരിയലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16th one. കൺസ്യൂമർ കോൺഫിഡൻസ് സർവേ ഈസ് റിലീസ്ഡ് ബൈ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ മന്ത്ലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതറിയാമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കൺസ്യൂമർ കോൺഫിഡൻസ് സർവേ, കൺസ്യൂമേഴ്സ്, അത് ആൾക്കാരുടെ കോൺഫിഡൻസ് സർവേ. ഇത്തിരി പാടാണ് ചിന്തിക്കാൻ. നമുക്ക് വേണമെങ്കിൽ നബാർഡൊക്കെ എലിമിനേറ്റ് ചെയ്യാം. ബട്ട് ബാക്കി എല്ലാവരും കൺസ്യൂമർ, മിനിസ്ട്രി ഓഫ് ഫിനാൻസും വേണമെങ്കിൽ, എന്നാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു എലിമിനേറ്റ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആൻസറിലോട്ട് പോവാം. ആൻസർ RBI ആണ്. RBI എല്ലാ 2 മാസം കൂടുമ്പോഴും ഈ കൺസ്യൂമർ കോൺഫിഡൻസ് സർവേ
Next question, 17th one. What is the name of the new scheme launched by central government to enhance youth employability in India? യൂത്ത് എംപ്ലോയബിലിറ്റി കിട്ടാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ഒരു പുതിയ സ്കീം കൊണ്ടുവന്നു. അതിൻ്റെ പേരെന്തെന്ന് ചോദിച്ചേക്കാൻ നോക്കാം. PM ഇന്റേൺഷിപ്പ് സ്കീം, യൂത്ത് എംപവർമെൻറ്റ് ഇനിഷ്യേറ്റീവ്, ഡിജിറ്റൽ ഇന്റേൺഷിപ്പ് സ്കീം, സ്കിൽ ഇന്ത്യ സ്കീം. ഓക്കെ, അപ്പം എംപ്ലോയബിലിറ്റിയാണ്. അപ്പം ഒന്നിൽ സ്കില്ലുണ്ട്, ഒന്നിൽ ഇന്റേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യൂത്ത് എംപവർമെൻ്റ് ആവാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതല്ല, ബാക്കി എന്തും ആവാം. അപ്പോൾ എലിമിനേഷൻ ഇത്തിരി പാടാണ്. ഇത് അറിയാമെങ്കിലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ആൻസർ PM ഇന്റേൺഷിപ്പാണ്. ഓക്കെ, PM ഇന്റേൺഷിപ്പ് സ്കീമാണ് ആൻസർ. പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പ് സ്കീം എന്നാണ് ആൻസർ. ഓക്കെ, അതായത് 1 കോടി യുവജനങ്ങൾക്ക് 500 കമ്പനികളിൽ അടുത്ത 5 വർഷത്തേക്ക് ഇന്റേൺഷിപ്പിനുള്ള സാധ്യത പോസിബിൾ ആക്കുന്ന ഒരു സ്കീമാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇത് മേൽനോട്ടം വായിക്കുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. ഓക്കെ, അവരുടെ ഓൺലൈൻ ഒരു പോർട്ടലുണ്ട്, അതുവഴി അവർ ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യും. സോ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമല്ല, കമ്പനി സെക്രട്ടറീസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ടലാണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. You are under them, right? ICSI is under Ministry of Corporate Affairs, right? So, the answer PM internship scheme. അടുത്തത് 18th one. Approval of which among the following is needed to draw funds from Consolidated Fund of India? Okay. നിങ്ങൾ പൊളിറ്റിയിലൊക്കെ പഠിച്ചിട്ടുള്ള സാധനം, കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഭാഗത്ത് പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പം ഒന്നുമില്ല, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് ഫണ്ട് എടുക്കാൻ ആരുടെ സമ്മതം വേണം? ഓക്കെ, ഒരു ബില്ലൊക്കെ പാസ്സാക്കി വേണമായിരിക്കും എടുക്കാൻ, അല്ലേ? എവിടെ ആയിരിക്കും അത്? പാർലമെന്റ് ആണ്. ഓക്കെ, പാർലമെന്റ് വിചാരിച്ചാലേ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഫണ്ട്സ് ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര ഡയറക്റ്റ്, നമുക്ക് ലോജിക്കലി ആൻസർ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. അടുത്തെന്താണ് 19th one. Which of the following neighboring countries accept Indian currency as legal tender? അതായത് ഈ 4 കൺട്രി, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മ്യാൻമാർ, ഇതിൽ ഏതൊരു ഒരു കൺട്രിയിൽ നമ്മൾ ഇന്ത്യൻ കറൻസി കൊടുത്താലും അവർ വാങ്ങും. കുറേ നാളായിട്ടുള്ളൊരു കാര്യമാണ്. ആൻസർ ഭൂട്ടാനാണ്. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് അറിയാമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓക്കെ, ആൻസർ ഭൂട്ടാൻ. ഓക്കെ, 20th question. Recently, which institution established the Digital India Trust Agency, DIGITA, as a new tool to combat cybercrime? ചില രീതിയിലുള്ള കുറച്ച് സൈബർ ക്രൈംസ് ഉണ്ട്, അത് കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടി ഇതിലേതോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന കാര്യമാണ് ഡിജിറ്റൽ ഇന്ത്യ ട്രസ്റ്റ് ഏജൻസി. ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇതും അറിയാമെങ്കിലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ആൻസർ RBI ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒത്തിരി ഓൺലൈൻ ലോൺ ആപ്പുകൾ ഉണ്ട്. ഓക്കെ, അതിൽ ചിലത് ട്രസ്റ്റ് വർത്തിയാണ്, ചിലതൊട്ടും ട്രസ്റ്റ് വർത്തിയല്ല. അപ്പോൾ അവർ നിങ്ങളെ വിളിച്ചിട്ട് പറയും നിങ്ങൾക്ക് ഇത്ര രൂപയുടെ ലോണൊക്കെ അപ്രൂവ് ആയി. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. ചിലപ്പോൾ ചിലർക്ക് പൈസ ലോസ് ആവുകയൊക്കെ ചെയ്യും. ഇങ്ങനെ കുറേ സൈബർ ക്രൈം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന കാര്യമാണ് ഇത്. ഓക്കെ, RBI ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21. Which bank has recently collaborated with RBI to revolutionize agricultural lending through digitization? ഓക്കെ, അഗ്രികൾച്ചർ ലെൻഡിങ് ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടി RBI ഇതിലേത് ബാങ്കാണ് കൊളാബറേറ്റ് ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്. ഇത് ഓപ്ഷൻ ഈസി ആയിട്ട് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റും ഓപ്ഷൻ വെച്ച്. അപ്പോൾ ഇതിൽ അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത ബാങ്ക് നബാർഡല്ലേ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ ഫുൾ ഫോം അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താം. സോ നബാർഡ്. നെക്സ്റ്റ് 23. Recently, which ministry has granted authorized economic operator AEO സ്റ്റാറ്റസ് ടു ദ ജെം ആൻഡ് ജുവലറി സെക്ടർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഒരു എക്കണോമിക് ഓപ്പറേറ്ററാണ്, ഓതറൈസ്ഡ് എക്കണോമിക് ഓപ്പറേറ്റർ ആവാൻ ജെം ആൻഡ് ജുവലറി സെക്ടറിന് ഒരു സ്റ്റാറ്റസ് കൊടുത്തത്. ഇതിൽ ഏത് മിനിസ്ട്രിയാണ് കൊടുത്തതെന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ എക്കണോമിക് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇവിടെ വരണം മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഉള്ളു, അല്ലേ? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്നാണ് ഇതിൻ്റെ ആൻസർ. ലോജിക്കലി ഒന്ന് 24th question ഭയങ്കര ഈസിയാണ്, അല്ലേ? Which regulatory body in India recently approved changes in mutual fund regulations to prevent front running എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തതിൽ ഏത് ബോഡിയാണ്? മ്യൂച്വൽ ഫണ്ട് വെരി സിമ്പിൾ ആണ്, അല്ലേ? സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് വരണം. ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും വരികയാണെങ്കിൽ RBI മനസ്സ് വരണം. മ്യൂച്വൽ ഫണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ സെബിയാണ്. ഓക്കെ, 25th question, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. What is the main objective of the Women Entrepreneurship Program launched by National Skill Development Corporation?
വുമൺ ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാമിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിച്ച് നോക്കി ഈസി ആയിട്ട് ആൻസർ കൊടുത്താം. ഫസ്റ്റ് വൺ എന്താ? ടു പ്രൊവൈഡ് ഫ്രീ മെഡിക്കൽ സർവീസ്, ഫ്രീ മെഡിക്കൽ. ബി, ടു എംപവർ 25 lakh വുമൺ ടു സ്റ്റാർട്ട് ആൻഡ് ഗ്രോ ബിസിനസ്. സി, ടു ഓഫർ ഫ്രീ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. ഡി, ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. വുമൺ ഓണ്ടർപ്രണർഷിപ്പ്, ഈ രണ്ട് വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ എടുത്താൽ എന്താണ്? എംപവർ 25 lakh വുമൺ ടു സ്റ്റാർട്ട് ആൻഡ് ഗ്രോ ബിസിനസ്. ഓക്കെ, സോ നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വരും. ചില നിങ്ങൾ കണ്ടിട്ടേ ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്നാൽ നമുക്ക് ലോജിക്ക് യൂസ് ചെയ്ത് ഇങ്ങനെ ആൻസർ ഇട്ടത്. ഇപ്പം ഇന്നത്തെ നമ്മളൊരു 24 ഡിസ്കസ്, ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിരുന്നു, ഞാൻ മാറ്റിയിട്ടുണ്ട്. 24 ക്വസ്റ്റ്യനിൽ ഒരു 14 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ലോജിക്കലി ആൻസർ ചെയ്യാം. ബാക്കി നിങ്ങൾ പഠിച്ചിട്ട് വരണം. നിങ്ങൾ വെറുതെ വന്നല്ലോ പരീക്ഷ, നിങ്ങൾ പഠിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കിട്ടും. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ലോജിക്കലി ആൻസർ ചെയ്യാൻ കുറേ ക്വസ്റ്റ്യൻ കിട്ടും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈസി ആയിട്ട് ഈ പേപ്പറിൽ കറണ്ട് അഫയേഴ്സിൽ ഒരു 70% എബോവ് മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഈസി ആയിട്ട്. അത് മതി. ഓക്കെ, മോർ ദാൻ എനഫ്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം. ഓക്കെ.